നമ്മൾ ഈ പ്രസവത്തെ കുറിച്ചല്ലേ ഇന്നിപ്പോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്റെ ഭാര്യയും കഴിഞ്ഞ തവണ പ്രസവിച്ചത് വീട്ടിലാണ്. മകളായിരുന്നു കുട്ടി. പക്ഷേ ഇന്നിപ്പോ ഭയങ്കര ചർച്ചകൾ നടക്കുന്നത് വീട്ടിൽ പ്രസവിക്കുന്നതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമാണ്. അന്ന് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാല് പ്രസവത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നു. കോവിഡ് സമയമാണ്. ഞങ്ങൾ അവസാനത്തെ ഡോക്ടറുടെ എല്ലാ ടെസ്റ്റുകളും നടത്താൻ ഹോസ്പിറ്റലിൽ തന്നെ പോയി ടെസ്റ്റുകളൊക്കെ നടത്തി ഡോക്ടറുമായിട്ട് സംസാരിച്ചൊക്കെയാണ് വന്നത്. പക്ഷേ കോവിഡ് കാലം, പെട്ടെന്ന് ആശുപത്രിയിൽ പോകാൻ കഴിയാത്ത സാഹചര്യമൊക്കെ ഉണ്ടായിട്ട് പെട്ടെന്ന് പ്രസവം നടക്കുകയും നമ്മൾ തന്നെ ആ പ്രസവം ഏറ്റെടുക്കുകയും പ്രസവം കഴിഞ്ഞ ഉടനെ കുഞ്ഞിനെയും കൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി ഡോക്ടറെ കണ്ടു, ആവശ്യമായ ട്രീറ്റ്മെന്റുകൾ നടത്തി. അതിനുശേഷം ആവശ്യമായ ട്രീറ്റ്മെന്റുകളൊക്കെ നടത്തിയ വളരെ സന്തോഷകരമായ അൽഹംദുലില്ലാ കുഞ്ഞിനും തള്ളയ്ക്കും കുഴപ്പമൊന്നുമില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ പറയുന്നതും ഒരു മുസ്ലിയാർ തന്നെയാണ്. ഷെയ്ഖുന എല്ലാം നിയന്ത്രിക്കുന്നു എന്ന് പറയുന്നതും ഒരു മുസ്ലിയാർ തന്നെയാണ്. എന്തുകൊണ്ട് ഈ ഒരു പ്രസവം, മലപ്പുറം ചട്ടിപ്പറമ്പ് നടന്ന ഈ ഒരു പ്രസവം ഇത്രത്തോളം ചർച്ച ചെയ്യപ്പെട്ടു എന്ന് ചോദിച്ചാൽ, ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ആത്മീയമായിട്ട് അവരെടുത്ത നിലപാട്, അല്ലെങ്കിൽ ആത്മീയ ചൂഷണവുമായി ബന്ധപ്പെട്ട് അവരെടുത്ത നിലപാട് എല്ലാം അവരുടെ ഷെയ്ഖുന രക്ഷിക്കും എന്നൊരു തോന്നല് ഈ മുസ്ലിയാര് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ കൊറോണ സമയത്ത് അങ്ങനെ ഒരു പ്രസവം വീട്ടിൽ നിന്ന് സംഭവിക്കുകയും എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും ബാക്കിയുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുകയും ചെയ്തു എന്ന്. അതാണ് വേണ്ടത്. അപ്പോൾ ആധുനിക സജ്ജീകരണങ്ങളുള്ള കാലത്ത് എന്തിനാണ് വീട്ടിൽ നിന്ന് നിർബന്ധിച്ച് പ്രസവിക്കുന്നത്? ഇനി പ്രസവിച്ചാൽ തന്നെ ഇങ്ങനെ കാണുന്ന അസ്വസ്ഥതകൾ, ശ്വാസമുട്ടല്, ബ്ലീഡിങ്, ഇങ്ങനത്തെ കാര്യങ്ങൾ കാണുമ്പോൾ എന്തുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൂടാ? ആ വ്യക്തി മരിച്ചിട്ട് എടുത്തു കൊണ്ടുപോകുന്ന ആ ബുദ്ധിമുട്ടില്ലായിരുന്നു ഹോസ്പിറ്റലിലേക്ക് ചികിത്സക്ക് വേണ്ടി കൊണ്ടുപോകാൻ. അത്രയും പ്രശ്നമില്ലായിരുന്നു. അപ്പോൾ ആ ഒരു വ്യക്തി വേദന കൊണ്ട് പെടയുമ്പോൾ സ്വന്തം ഭാര്യയെ അത് നോക്കി നിൽക്കുന്ന സാഹചര്യം ഒഴിവാക്കിയിട്ട് ലേശം ഒരു കണ്ണുചോരുള്ള ആളാണെങ്കിൽ എന്ത് ചെയ്യണം? ഹോസ്പിറ്റലിലേക്ക് എടുത്തോടണം. അത് ചെയ്യാത്തൊരു വ്യക്തി എന്തുകൊണ്ട് ഇങ്ങനെ ആയി എന്നുള്ളത് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ വിശ്വാസം തന്നെയാണ്. ആ വിശ്വാസത്തിലേക്ക് അവനെ ആരാണ് എത്തിച്ചത് എന്നുള്ളതാണ് ചർച്ച. പല മുസ്ലിയാക്കന്മാരും പറയുന്നു, ആന പ്രസവിക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ടാണോ, പൂച്ച പ്രസവിക്കുന്നു ഹോസ്പിറ്റലിൽ പോയിട്ടാണോ എന്നൊക്കെ. ഇങ്ങനെയുള്ള ഉസ്താദുമാരുടെ വർത്താനം കേട്ടിട്ട് ഇയാൾ എന്ത് ചെയ്ത് സ്വന്തം ഭാര്യയെ കൊലക്ക് കൊടുത്തു എന്ന് തന്നെ പറയാം. എന്തായാലും ഉസ്താദ് ബാക്കി പറയുന്നത് നമുക്ക് കേൾക്കാം. പക്ഷെ ഇപ്പോ കുറച്ച് ആളുകള് കുറച്ച് തവക്കുല് കൂടിയിട്ട്, അഥവാ ഈ പ്രസവം എന്നൊക്കെ പറയുന്ന ഒരു നാച്ചുറൽ പ്രോസസ് അല്ലേ? തവക്കുല് കൂടിയിട്ടല്ല ഉസ്താദെ, കൂട്ടിയിട്ട്. ഈ പറയുന്ന മനുഷ്യന്മാര് പ്രസവം ഒരു നാച്ചുറൽ പ്രോസസ്സാണ്, സ്ത്രീക്ക് പറഞ്ഞതാണ്, സ്ത്രീ അത് നാച്ചുറലായിട്ട് ചെയ്യേണ്ട കാര്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ കാക്കാൻ പിന്നെ ആരുണ്ട്? മടവൂരുണ്ട് എന്നും പറഞ്ഞിട്ടാണ് കാട്ടിയത്, അല്ല വേറൊന്നുമല്ല. അപ്പോ ഈ മടവൂര് ഷെയ്ഖ് എന്തൊക്കെ ചെയ്യും? ലോകത്തെ നിയന്ത്രിക്കുന്നുണ്ട്, ലോകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് മുഴുവൻ മടവൂരാണ് നിയന്ത്രിക്കുന്നത് എന്ന് പറയുന്ന വ്യക്തികള്, എന്നിട്ട് അദ്ദേഹത്തെ പുകഴ്ത്തിപ്പാടി അദ്ദേഹം എല്ലാം നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞ് അവനവന്റെ ചികിത്സാ കാര്യങ്ങൾ വരെ മുടക്കുന്ന രീതിയിലേക്ക് ആളുകളുടെ വിശ്വാസം കൊണ്ടുപോയി. അതിനുവേണ്ടി കെട്ടുകഥകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ സിറാജുദ്ദീൻ എന്ന് പറയുന്ന വ്യക്തി വീടാന്തരം കയറി ഇറങ്ങിയിട്ട് ഓരോരുത്തരെ കൊണ്ട് കളവ് പറയിപ്പിച്ച് ഷെയ്ഖുനയുടെ കറാമത്ത് പറയിപ്പിച്ച് നടന്ന്. അപ്പൊ അവനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ കേൾക്കുമ്പോ ഇവൻ തന്നെ ബുദ്ധി മറിഞ്ഞുപോയി. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഹോസ്പിറ്റലിൽ പോകണമെന്ന് ചിന്തിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഒരു വ്യക്തി സ്വന്തം ഭാര്യ വേദന കൊണ്ട് പുളയുമ്പോ പെടഞ്ഞ് കണ്ണോട് കാണുമ്പോ ആർക്കെങ്കിലും നിൽക്കാൻ കഴിയോ? കണ്ട് അപ്പൊ എന്തൊരു വിശ്വാസമാണിത്? അല്ലെങ്കിൽ അച്ചങ്ങായിന്റെ കൽബ്, മനസ്സ്, എന്തൊരു മനുഷ്യത്വമില്ലാത്ത മനസ്സാണിത്. എന്തിനാണ് അതിങ്ങനെ ആശുപത്രിയിൽ പോയി അവർക്ക് പൈസ കൊടുക്കുന്നത് എന്ന് ചോദിക്കുന്നു. മൃഗങ്ങളൊക്കെ പ്രസവിക്കുന്നത് ആശുപത്രിയിലല്ലല്ലോ എന്ന് ചോദിക്കുന്നു. ഈ പ്രസവം കഴിഞ്ഞ ഉടനെ എന്നോട് കുറെ ആളുകൾ വിളിച്ചിരുന്നു. ആ വിളിച്ച ആളുകളൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളെ ഭാര്യ വീട്ടിലല്ലേ പ്രസവിച്ചത്, അതെങ്ങനെയാണെന്ന് എനിക്കൊന്ന് പറഞ്ഞുതരാൻ എന്റെ സുഹൃത്തുക്കൾ തന്നെ പലരും വിളിച്ചു ചോദിച്ചിരുന്നു. ഞാൻ ആ സുഹൃത്തുക്കളെ എല്ലാം നിരുത്സാഹപ്പെടുത്തുകയും അവരോട് പറയുകയും ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് വെച്ചാല്,
മോനെ നമ്മളങ്ങനെ കരുതിക്കൂട്ടി തീരുമാനിച്ചുറപ്പിച്ച് മരുന്നൊന്നും കഴിക്കാതെ ആശുപത്രിയിൽ പോകത്തില്ല എന്ന് ശപഥമെടുത്ത് അക്യുപഞ്ചർ ചികിത്സക്കാരെ വിളിച്ചു വരുത്തി അല്ലെങ്കിൽ അക്യുപഞ്ചറിന്റെ ചികിത്സയ്ക്ക് പോയി ബാക്കിയുള്ള എല്ലാ ചികിത്സാ ശാഖകളും തെറ്റാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊന്നും പ്രസവിച്ചതല്ല. അത് ആ സാഹചര്യത്തിൽ സംഭവിച്ചു. അപ്പൊ നമ്മൾ പ്രസവെടുത്തു. അതെ, ഉസ്താദ് പറയുന്നത് വ്യക്തമായ കാര്യങ്ങളാണ്. കാരണം ഇവിടെ ട്രെയിനിൽ നിന്നും പ്രസവം സംഭവിച്ചു, അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമിൽ നിന്ന് പ്രസവം സംഭവിച്ചു എന്നൊക്കെ, KSRTC ബസ്സിൽ നിന്ന് പ്രസവം സംഭവിച്ചു എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്. അത് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു, യാദൃശികമായിട്ട് സംഭവിക്കുന്ന സംഭവം അത് എന്ത് ചെയ്യണം, അത് കഴിയുമ്പോൾ ആളുകൾ അതുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. ഇതങ്ങനെയല്ല ചെയ്തത്. ഇത് ഈ ഒരു കുടുംബം ഒരു മടവൂർ കാഫില എന്നും പറഞ്ഞിട്ട് അതുമായി ബന്ധപ്പെട്ട് കറാമത്ത് പറയാനും ആ കറാമത്ത് വിതരണം ചെയ്യാനും അതിലൂന്നിയ വിശ്വാസത്തിൽ ജീവിക്കാനും തുടങ്ങിയിട്ട് വർഷങ്ങളായി. അതിന് ചുക്കാൻ പിടിച്ചുകൊണ്ട് കുറച്ച് മുസ്ലിയാക്കന്മാരും നൗഷാദ് ഹസനിയെ പോലെ അല്ലെങ്കിൽ കാന്തപുരം സമസ്തക്കാരെ പോലെയുള്ളവർ മുൻപോട്ട് വരികയും അതെല്ലാം കൂടിയായി ഇയാളുടെ വിശ്വാസം അങ്ങ് ഇരട്ടിക്കുകയും ചെയ്തു എന്ന് മാത്രം. വേഗം തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി ആവശ്യമുള്ള ട്രീറ്റ്മെന്റ് കൊടുത്തു. അതിനുശേഷം ഇപ്പോൾ ഏതൊക്കെ ട്രീറ്റ്മെന്റുകൾ കൊടുക്കാൻ പറ്റുമോ അതൊക്കെ കൊടുക്കുന്നു. ഇനി റീസെന്റ് ആയിട്ട് പറയുകയാണെങ്കിൽ കഴിഞ്ഞ തിങ്കളാഴ്ച, കഴിഞ്ഞ ചൊവ്വാഴ്ച, ഇപ്പൊ കൃത്യം ഒരാഴ്ചയായി എന്റെ ഭാര്യ വീണ്ടും പ്രസവിച്ചു. തൊട്ടടുത്തുള്ള RCPM ആശുപത്രിയിൽ പോയി 1-2 മണിക്കൂറിനുള്ളിൽ പ്രസവം കഴിഞ്ഞു. 24 മണിക്കൂറിനുള്ളിൽ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തു. നമ്മളൊരു 15-20 കൊല്ലം മുമ്പ് വരെയൊക്കെ നമ്മുടെ നാട്ടിൽ ഈ വീട്ടിലുള്ള പ്രസവങ്ങളൊക്കെ നടന്നിരുന്നു. ആ നടന്നിരുന്ന പ്രസവങ്ങളിലൊക്കെ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, അന്നത്തെ കുട്ടികളുടെ മരണനിരക്ക്, പ്രസവിക്കുന്ന മാതാവിന്റെ മരണനിരക്ക് എടുത്തു പരിശോധിച്ചാൽ അത് ഇന്നത്തെക്കാൾ വളരെ കൂടുതലായിരുന്നു. പ്രസവത്തിൽ മരിക്കുന്ന ഉമ്മ കുഞ്ഞിനെ വള്ളി ചുറ്റി മരിച്ചു, അമ്മയും കുട്ടിയും ഒരുമിച്ച് മരിച്ചു. ഇങ്ങനെ കുറെ മരണങ്ങൾ അന്ന് നമ്മൾ കണ്ടിരുന്നു. ഇങ്ങനെ 4 മുസ്ലിയാക്കന്മാര് സമസ്തക്കാരോട് പ്രസംഗിക്കണ്ടെങ്കിൽ ഓലൊക്കെ എന്നോ നന്നായി. ഇതല്ലല്ലോ, ഒരു ടീം എന്താണ് പറയണത് അതിനേക്കാൾ എത്ര ഇരട്ടി നമ്മളെ കൊണ്ട് പറയാൻ പറ്റുന്ന ഇപ്പുറത്തുള്ള ആലോചിക്കാണ്. ഷെയ്ഖുനാന്റെ കറാമത്ത് ഏൽപ്പിക്കാർ എത്രത്തോളം പറയണോ അതിലാർ കുറച്ചും കൂടി നമുക്ക് പറയാൻ പറ്റുമെന്ന് മറ്റു ആലോചിക്കാണ്. അപ്പൊ കുരുവട്ടൂരികള് നൗഷാദ് അടങ്ങുന്ന ടീം എന്ത് ചെയ്യാണ്, അതിനേക്കാൾ കുറച്ചുകൂടി കൂടുതൽ പറയാണ്. അപ്പൊ ഇതുകൊണ്ട് മത്സരിച്ച് ഓൽക്കൊന്നും വേണ്ടാതാകുക. പിന്നെ ഓൽക്കല്ലോ തന്നെ ഓല ദിക്റും ഓല സ്വലാത്തും ഓല ഖുർആനും ഓല ഹദീസും ഒക്കെ തന്നെ. ഈ പറഞ്ഞ കുരുവട്ടൂരികളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കാന്തപുരത്തിന്റെ ആളുകളോ ഈ പറഞ്ഞവരൊക്കെ ഷെയ്ഖുനാന്റെ കറാമത്ത് പറയുന്ന ആ നാവുകൊണ്ട് അള്ളാഹുവിന്റെ ഖുർആനോ തിരു റസൂലിന്റെ ഹദീസുകളോ പഠിപ്പിക്കുന്നത് നമ്മൾ കേൾക്കാറേ ഇല്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അപൂർവങ്ങളിൽ അപൂർവമായിരിക്കും. അവർക്ക് ആവശ്യമുള്ള കറാമത്ത് വിശദീകരിക്കാനും അതിനെ സാധിപ്പിച്ചെടുക്കാനും വേണ്ടി റസൂലിനെ കൂടി കരുവാക്കുന്ന രീതിയിലേക്ക് പറയാ എന്നല്ലാതെ ഇസ്ലാമിനെ പഠിപ്പിക്കാൻ വേണ്ടി ആ ഒരു കാര്യം ഇവരാരും ചെയ്യാറില്ല. അന്ന് നമ്മുടെ ആരോഗ്യരംഗത്ത് ഈ സൗകര്യങ്ങളും കുറവായിരുന്നു. ഈ സൗകര്യങ്ങളൊക്കെ എന്തിനാണ്? ഈ ആശുപത്രിയിൽ പോയി പ്രസവിക്കുക എന്ന് പറയുന്ന എന്തോ ഒരു പാതകം. നമുക്ക് ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. 2 ജീവൻ വെച്ചുള്ള ജീവൻ മരണ പോരാട്ടമാണ്. അമ്മയുടെയും കുഞ്ഞിന്റെയും ജീവിതം വെച്ചുള്ള കളിയാണ്. അപ്പൊ അവിടെ സുരക്ഷിതമായി അതിന് കെയർ ചെയ്യാനുള്ള ആളുകൾ, നമ്മളിപ്പോ പ്രസവിക്കുന്ന സമയത്തും ഭർത്താവല്ലല്ലോ അല്ലെങ്കിൽ ഉമ്മയല്ലല്ലോ കൂടെ നിൽക്കുന്നത്, അതിനൊരു പതിച്ചി അല്ലെങ്കിൽ പ്രസവം എടുക്കുന്ന ആയ, വൈറ്റാട്ടി, ഇവരൊക്കെ കൂടെ ഉണ്ട്. അതുപോലെ തന്നെ ആ വിഷയത്തിൽ എക്സ്പീരിയൻസ് ഉള്ള പഠിച്ച ആളാണ് ആ ഒരു ഡോക്ടർ എന്ന് പറയുന്നത്. ആ കെട്ടിടത്തിന് നമ്മൾ ആശുപത്രിയിൽ പേര് പറയുന്നു. അവിടെ അടിയന്തരമായി ബ്ലഡ് ആവശ്യം വന്നാൽ ബ്ലഡ് എടുത്തു കൊടുക്കുന്നു. ഇവർ മരിക്കാതിരിക്കാൻ വേണ്ടി വേണമെങ്കിൽ ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നാൽ ഓപ്പറേഷൻ ചെയ്യുന്നു. അവർക്ക് എന്തെങ്കിലും അടിയന്തര സാഹചര്യം വന്നാൽ അടിയന്തരമായ കെയർ കൊടുക്കുന്നു. ഇതിനൊക്കെയാണ് ആശുപത്രി ഉപയോഗിക്കുന്നത്. പണ്ട് നമ്മൾ വൈദ്യന്മാരുടെ അടുത്ത് പോയിരുന്നത് പോലെ ഇപ്പൊ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ വേറെ പേരിലോ പറയുന്നു മാത്രം. അതിനെ പർവ്വതീകരിച്ച് ആശുപത്രിയിൽ പോയി പ്രസവിച്ച വലിയ പ്രശ്നമാണ് എന്നൊക്കെ പറയുന്ന മണ്ടത്തരങ്ങൾ പറഞ്ഞ് എഴുന്നള്ളി. അതെ, ഉസ്താദ് പറയുന്നത് വളരെ ക്ലിയർ ആണ്. കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ പ്രശ്നങ്ങൾ കുറച്ച് കുറയും. പിന്നെ മരണം അത് എപ്പോഴാണോ വിധിച്ചത് അപ്പോൾ സംഭവിക്കും. പക്ഷേ കരുതി കൂട്ടി നമ്മളൊരു വണ്ടി ഓട്ടിയിട്ട് അത് എവിടെയെങ്കിലും കൊണ്ട് ഇടിച്ചിട്ട് മരിക്കണമെങ്കിൽ മരിക്കട്ടെ എന്നുള്ള രീതിയിലായാൽ അത് ശരിക്കും ആത്മഹത്യ ചെയ്യണ പോലെയാക്കി. അല്ലാന്നുണ്ടെങ്കിൽ ഇനിയും കൊണ്ടൊരാള് ഒരു വണ്ടിയും കൊണ്ട് പോയിട്ട് അയാൾ എവിടെയെങ്കിലും കുത്തിയിട്ട് ഇപ്പുറത്തുള്ളവനും മരിക്കണമെങ്കിൽ മരിക്കട്ടെ, രക്ഷപ്പെടാൻ രക്ഷപ്പെട്ടെ എന്നുള്ള നിലക്കാണെങ്കിൽ ഇന്ന കൊല്ലൽ കൂടിയായി.
അതേപോലെയാണ് ഇവര് ആവശ്യമില്ലാത്ത ചർച്ചകളും ആവശ്യമില്ലാത്ത കറാമത്തുകളും പറഞ്ഞു പെരുപ്പിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് കടന്ന് ഈ ഹോസ്പിറ്റലും ചികിത്സകളും എന്തിനു പറയുന്നു, അവർക്ക് എന്തൊക്കെ പറയുന്നു എന്ന് ചോദിച്ചാല് മുസ്ലിമായ സ്ത്രീകളെ കൊണ്ട് പ്രസവം എടുപ്പിച്ച എന്ന് പറഞ്ഞ ഉസ്താദുമാര് പറയുന്നുണ്ട്. കുറച്ചു മുമ്പ് ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട് സിംസാറുൽ ഹക്ക് ഹുദവിയുടെ പ്രസംഗം. നിങ്ങൾ ഭാര്യയെ പ്രസവത്തിന് കൊണ്ടുപോകുമ്പോൾ ആ ഡോക്ടർ സ്ത്രീയാണോ എന്നല്ല പറയുന്നത്, സ്ത്രീയാണെങ്കിൽ തന്നെ മുസ്ലിം ആണോ എന്ന് നോക്കണം എന്ന് പറഞ്ഞ ഇങ്ങനെയുള്ള വർഗീയ ചിന്തകളും എന്തിനാണ് ഈ കാര്യങ്ങളൊക്കെ എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. അപ്പൊ ഇവരൊക്കെ ആണ് ഈ മതത്തെ ഈ കോലത്തില് വികലമാക്കുന്നത്. എന്തായാലും ഇങ്ങനെയുള്ള കറാമത്തുകൾ പറഞ്ഞ് മനുഷ്യനെ വഞ്ചിക്കുന്ന, പറ്റിക്കുന്ന അല്ലെങ്കിൽ ഖുറാഫാത്തിലേക്ക് കൊണ്ടുപോകുന്ന ആളുകളിൽ നിന്നും സംരക്ഷണം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്നല്ലാതെ മറ്റൊരു മാർഗവുമില്ല. വീടായ വീട് കയറിയിട്ട് ക്യാമറയും തൂക്കി പിടിച്ച് നടന്നിട്ട് എന്ത് ചെയ്യാണ്, ഷെയ്ഖുനാന്റെ കറാമത്ത് പറയാണ്. എന്നിട്ട് എന്താണ് പറയണത്, കണ്ടോലാണെന്ന് പറഞ്ഞിട്ട് പറയാണെന്ത്, മുന്തിരി ഇങ്ങോട്ട് ഇറക്കി കൊടുത്തു, അവിടെ അങ്ങനെ ചെയ്തു, ഇവിടെ ഇങ്ങനെ ചെയ്തു. ഒരു മനുഷ്യനെ കുറിച്ച് മരണസമയത്ത് അല്ലെങ്കിൽ മരിക്കുന്നതിന്റെ വർഷങ്ങൾക്ക് മുമ്പോ ഇദ്ദേഹം ഭ്രാന്തായിട്ടുണ്ട്. അത് എന്തോ കാരണമാവട്ടെ, അദ്ദേഹം ഇതിനൊരു കുറ്റക്കാരനല്ല. സത്യത്തില് അദ്ദേഹം ഭ്രാന്തായി മരിച്ചുപോയി, പക്ഷെ അദ്ദേഹം ഒരു കുറ്റക്കാരനല്ല. അദ്ദേഹത്തെ ഏറ്റി നടക്കുന്ന ഈ പറഞ്ഞ കുറച്ച് വിശ്വാസികളുണ്ട്, കുരുവട്ടൂരികളും മറ്റുള്ളവരും. ഇവരാണ് സത്യത്തില് ഈ ഒരു കാര്യത്തിൽ ഉത്തരവാദി. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകളുടെ ഫിത്നയിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുക, മാറി നിൽക്കാൻ ശ്രമിക്കുക, അതിൽ നിന്നും ജാഗ്രത പാലിക്കുക എന്നല്ലാതെ മറ്റൊരു മാർഗം ഇവിടെ കാണില്ല.